ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം നല്ലൊരു കവിതയാണ് പഠിച്ചിരുന്നത്. ആരുടെ കവിതയായിരുന്നു? സുഗതകുമാരി ടീച്ചറിൻ്റെ ആയിരുന്നു അല്ലേ? സുഗതകുമാരി ടീച്ചറിനെ പറ്റി കഴിഞ്ഞ ക്ലാസ് നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഈ പഠിക്കുന്ന കവിത എങ്ങനെയാണെന്ന് പറഞ്ഞൊരു ഹൃദയ ദ്രവീകരണ ശേഷിയുള്ളൊരു കവിതയാണെന്ന് വേണമെന്ന് പറഞ്ഞില്ലേ അല്ലേ? ഒരു ഹൃദയ ദ്രവീകരണ ശേഷിയുള്ളൊരു കവിതയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് നോക്കിയോ? ഇപ്പോൾ ശ്രദ്ധിച്ചേ മക്കളെ. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി, മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമൊന്നേറ്റുപാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനും കിളികളില്ല. പതിവുപോൽ കൊത്തിപ്പിരിഞ്ഞുപോയി മേച്ചൂടിലടവച്ചുടർത്തിയ കൊച്ചുമക്കൾ ആർക്കുമല്ലാതെ വിളിച്ചവും ഗാനവും കാറ്റും മനസ്സും പിടിയിരുത്തി. വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചു രാപ്പൂണർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. നമ്മൾ അത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കിയെന്ന് കരുതുന്നു. പഠിച്ചു കാണുമെന്ന് വേണം വിശ്വസിക്കുന്നു. പഠിച്ചു കാണുമോ? പഠിച്ചു കാണും അല്ലേ? നോക്കിയ മക്കളെ, എന്തായാലും നമുക്ക് ബാക്കി ഭാഗം പഠിക്കാം. നോക്കി ശ്രദ്ധിച്ചേ, പുസ്തകം എടുത്തോ എല്ലാവരും? ശ്രദ്ധിച്ചേ. ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. ആരുമില്ലെങ്കിലെന്തായിരം കൊമ്പത്ത് താരകളുണ്ട്, താരങ്ങളുണ്ട്. അപ്പാട്ടിലാഹ്ലാദ തേനുണ്ട്, കനിവെഴും സ്വപ്നങ്ങളുണ്ട്, കണ്ണീരുമുണ്ട്. ഒരു പാട്ടു പിന്നെയും പാടവേ താൻ കൊച്ചു ചിറകിൻ്റെ നോവു മറന്നു പോകേ. ഇനിയും പറക്കില്ല എന്നോർക്കാതെയാ വിരിവാനമുള്ളാൻ ഉണർന്നുകൊണ്ടേ. വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റ ചിറകിൻ്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. ശ്രദ്ധിച്ചേ. ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ
ഒന്ന് പാട്ട് കേൾക്കാൻ ആരില്ലെന്നാണ് പറഞ്ഞത്? ആ ഒന്ന് ഏറ്റു പാടാൻ അതിൻ്റെ കൂടെ ഒരു ഇണയില്ല. പിന്നെന്താണ്? കൂട്ടിന് ഒരു കിളികളും ഇല്ലെന്നാണ് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് എങ്ങനെയല്ലേ പഠിഞ്ഞത്? അപ്പോൾ ഇന്ന് നോക്കിക്കേ, ആ ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്. എന്തൊക്കെയുണ്ട് ആ ഒരു പക്ഷിയുടെ പാട്ട് കേൾക്കാൻ? ഇന്ന് എന്തൊക്കെയുണ്ട്? ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്. എന്തൊക്കെയുണ്ട്? ആ മരമുണ്ട്, പിന്നെന്താണ്? ആ ഒരു മഴയുണ്ട്, പിന്നെയോ കുളിരുമുണ്ട് അല്ലേ? പ്രകൃതി ആ പക്ഷിയുടെ കൂടെ തന്നെ ഉണ്ട്. ശ്രദ്ധിച്ചേ, എന്താണ്? ആ കൂട്ടുകാരും ഇണയല്ലേ ഇല്ലാഞ്ഞത്, പക്ഷെ പ്രകൃതി ആ പക്ഷിയുടെ കൂടെ തന്നെ ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്. ആ കൂടെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മരങ്ങളുണ്ട്, പിന്നെന്താണ്? മഴയുണ്ട്, പിന്നെ ഈ ഒരു കാലാവസ്ഥയുടെ ആ ഒരു തണുപ്പും ആ ഒരു കുളിരും ഉണ്ട്. നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. പിന്നെന്തുണ്ട്? ആ ഒരു പാട്ട് കൂടി. ആ ഒരു പാട്ടിന് എന്താണ്? ആ തലയാട്ടാൻ എപ്പോഴും കൂടെ ആരൊക്കെയുണ്ട്? ആ പാട്ട് കേൾക്കാൻ ആരൊക്കെയാണുള്ളത്? മഴയുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്. നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. ഒരു വഴിമരച്ചോട്ടിൽ ആ വഴിയിലെ എന്തൊക്കെയുണ്ട്? പുല്ലും ഉണ്ട്. ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്. നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. എന്തൊക്കെയാണുള്ളത്? ആ ഇരുളിൽ തിളങ്ങുന്ന ആ ഒരു പാട്ട് കേൾക്കാൻ എന്തൊക്കെയാണുള്ളത്? കൂടെ മരങ്ങളുണ്ട്, അവതരിക്കുന്ന ബാക്കി ആ വെട്ടി നശിപ്പിക്കാത്ത മരങ്ങളുണ്ട്. പിന്നെന്താണ്? പ്രകൃതിയിൽ വേറെന്തുണ്ട്? മഴയുണ്ട്. മഴ പെയ്യത്തില്ലേ? ആ മഴയെ തടുത്തു നിർത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റുമല്ലേ? മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞാൽ പിന്നെ മഴയുണ്ടോ? ഇല്ല. പക്ഷെ എന്താണ് ഇവിടെ? ആ മഴ പെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ആ ഒരു കാലാവസ്ഥയുടെ തണുപ്പുണ്ട്, ഒരു കുളിരുണ്ട്, ആ ഒരു കുളിരുമുണ്ട്. പിന്നെന്തുണ്ട്? നിഴലുണ്ട്, നമ്മുടെ ചന്ദ്രന്റെ നിഴലുണ്ട്. സന്ധ്യ കഴിഞ്ഞിട്ടല്ലേ, രാത്രിയിലത്തെ കാര്യമല്ലേ പറയുന്നത്? അപ്പോഴാ ഒരു നിഴലുണ്ട്, ആ ചന്ദ്രന്റെ നിഴലുണ്ട്. പിന്നെന്ത്? അവിടുത്തെ പുഴയുണ്ട്. പ്രകൃതിയിൽ എന്തുണ്ട്? ആ ഒരു പുഴയുണ്ട്. പിന്നെ പാട്ട് കേട്ടിട്ട് തലയാട്ടാൻ ആരാണുള്ളത്? അവിടെ വഴിയിലെ ആ വഴിമരച്ചോട്ടിൽ, ആ വഴിയിലുള്ള മരത്തിന്റെ ചുവട്ടിലെ കൊച്ചു പുല്ലുകളുണ്ട് അല്ലേ? കൊച്ചു പുല്ലുകളുണ്ട്. നോക്കിയേ, ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്. നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ
ആരുമില്ലെങ്കിൽ എന്താണ് ആ 1000 കൊമ്പത്ത് ആ താരങ്ങളുണ്ട്. ആകാശം നിറയെ 1000 കൊമ്പത്തിന് മുകളിൽ നിൽക്കുന്ന എന്താണ് ആ ആകാശം നിറയെ താരകൾ എന്താണ് നക്ഷത്രങ്ങളുണ്ട്. പിന്നെന്താണ് ആ പാട്ടിൽ ആഹ്ലാദ തേനുണ്ട്. ആ പാട്ടിൽ എന്താണ് ആഹ്ലാദത്തിന്റെ തേനുണ്ട്. ആഹ്ലാദം നിറഞ്ഞ ആ ഒരു തേനുണ്ട്. പിന്നെന്താണ് കനിവരും സ്വപ്നങ്ങളുണ്ട് കണ്ണീരുമുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളല്ലേ ആ പക്ഷിയുടെ ആ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പിന്നെന്താണ് ആ ഒരു സന്തോഷത്തിന്റെ ആകാം സന്താപത്തിന്റെ ആകാം കണ്ണുനീരും ഉണ്ട്. നോക്കിയേ ആരുമില്ലെങ്കിൽ എന്തായിരം കൊമ്പത്ത് താരുകളുണ്ട് താരങ്ങളുണ്ട്. അപ്പാട്ടിൽ ആഹ്ലാദ തേനുണ്ട് കനിവരും സ്വപ്നങ്ങളുണ്ട് കണ്ണീരുമുണ്ട്. ബാക്കി ശ്രദ്ധിച്ചേ. ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നു പോകേ. ഇനിയും പറക്കില്ല എന്നതോർക്കാതെ ആ വിരിവാനമുള്ള ഉണർന്നുകൊണ്ടേ. ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നു പോകേ. ഓക്കെ ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നു പോകേ. ഇനിയും പറക്കില്ല എന്നതോർക്കാതെയാ വിരിവാനമുള്ള ഉണർന്നുകൊണ്ടേ. ഒരു പാട്ടു പിന്നെയും പാടവേ താൻ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നു പോകേ. എന്താണ് ആ ഒരു പാട്ട് വീണ്ടും പാടുമ്പോൾ പിന്നെയും ആ ഒരു പാട്ട് പാടുമ്പോൾ എന്താണ് തൻ്റെ ആ ഒരു കൊച്ചു ചിറകിൻ്റെ വേദന എന്താണ് മറന്നു പോവുകയാണ് അല്ലെ. ആ ഒരു എൻ്റെ കുഞ്ഞു ചിറക് മുറിഞ്ഞിരിക്കുന്നതിൻ്റെ ആ ചിറകും ഒടിഞ്ഞിരിക്കുന്നതിൻ്റെ വേദന എന്താണ് ആ അടുത്ത പാട്ടിലൂടെ ആ കുഞ്ഞു പക്ഷി എന്താണ് ആ കാട്ടുപക്ഷി ആ വേദന മറക്കുകയാണ്. ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നു പോകേ. ഇനിയും പറക്കില്ല എന്നതോർക്കാതെയാ വിരിവാനമുള്ള ഉണർന്നുകൊണ്ടേ. ഓക്കെ ഇനിയും പറക്കില്ല എന്നതോർക്കാതെയാ വിരിവാനമുള്ള ഉണർന്നുകൊണ്ടേ. എന്താണ് ആ കുഞ്ഞു പക്ഷി പാട്ട് പാടുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ പക്ഷിയുടെ ചിറകിൻ്റെ വേദന അത് മറന്നു പോവുകയാണ്. എന്നിട്ട് എന്താണ് പക്ഷെ എന്താണ് ഇനിയും പറക്കില്ല എന്നതോർക്കാതെ. ഇനിയും ചിറകൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ പക്ഷിക്ക് പിന്നെ പറക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നീട് അതിന് പറക്കാൻ പറ്റത്തില്ല. അപ്പോഴെന്താണ് ഇനിയും പറക്കില്ല എന്നതോർക്കാതെ. ഇനിയും തനിക്ക് പറക്കാൻ പറ്റില്ല എന്നത് ഓർക്കാതെ എന്താണ് ഓർക്കാതെ വിരിവാനമുള്ള ഉണർന്നുകൊണ്ടേ. വിരിവാനം അങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ആകാശമാണ്. ആ വിശാലമായിട്ടുള്ള ആകാശം എന്താണ് ആ പക്ഷി പറന്ന് നടക്കാനുള്ള സ്ഥലമല്ലേ വിശാലമായിട്ടുള്ള ആകാശം. ആ വിശാലമായിട്ടുള്ള ആകാശം ആ വിരിമാനം എന്താണ് അതിൻ്റെ ഉള്ളാൽ അത് ഉണരുകയാണ്. ആ ഒരു വിരിമാനത്തിനെ ആലിംഗനം ചെയ്യുകയാണ് ആ പക്ഷി അവിടെ ഇരുന്നത്. ആ പക്ഷിക്ക് ഇനി പറക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനി ആകാശത്തിലേക്ക് പറന്നു പോകാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോഴെന്താണ് അത് അവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു ആ ആകാശത്തെ അവിടെ ഇരുന്ന് ഉണരുകയാണ്. നോക്കിയേ
ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിന്റെ നോവ് മറന്നു പോകേ ഇനിയും പറക്കില്ല എന്നതോർക്കാതെ ആ വിരിവാനമുള്ള ഉണർന്നുകൊണ്ടേ. മനസ്സിലായോ മക്കളേത്? ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിന്റെ നോവ് മറന്നു പോകേ ഇനിയും പറക്കില്ല എന്നതോർക്കാതെ ആ വിരിവാനമുള്ള വിരിവാനമുള്ള ഉണർന്നുകൊണ്ടേ. വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റ ചിറകിന്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. ശ്രദ്ധിച്ചേ, വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റ ചിറകിന്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. ഓക്കെ, വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റ ചിറകിന്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. എന്താണ്? ഒരു വെട്ടി മാറ്റിയ ആ ഒരു കുറ്റിമേല് ചാഞ്ഞിരിക്കുകയാണ്. എന്താണ് ചാഞ്ഞിരിക്കുന്നത്? ഒരു സ്വച്ഛത ചിറക് പോയില്ലേ, ചിറക് പോയിരിക്കുകയല്ലേ, അങ്ങനെ ആ ചാഞ്ഞിരുന്നു പോവുകയാണ്. ആ ചാഞ്ഞിരുന്നു കൊണ്ട് എന്താണ്? ആർദ്രമായി, ആർദ്രം വെച്ചെന്താണ്? നനഞ്ഞ, ആർദ്രമായി, നനവാർന്ന, അല്ലെങ്കിൽ എന്താ ഈറനായ, അത് നമുക്ക് ആർദ്രം എന്ന് പറയും. ആ ഒരു ചാഞ്ഞിരുന്നാർദ്രമായി ആ ഒരു വെട്ടിമാറ്റിയ ആ കുറ്റിയിന്മേൽ ഇരുന്ന് ചാഞ്ഞിരുന്നിട്ട് ആർദ്രമായി ഒറ്റ ചിറകിന്റെ താളമോടെ ആ ഒരു ചിറകിന്റെ ആ ഒരു താളമുണ്ട്. ആ ഒരു ചിറകിന്റെ താളത്തിലാണ് ആ കുഞ്ഞ് കാട്ടുപക്ഷി പാട്ട് പാടുന്നത്. നോക്കിയേ, ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. ആ കാട്ടുപക്ഷിയുടെ ചിറക് ഒടിഞ്ഞില്ലേ, എന്നാലും അവന്റെ ആ ഈ പാട്ട് പാടുന്നത് കൊണ്ട് അതിന്റെ വേദന അത് മറക്കുകയാണ്. അത് വേദന മറന്നിട്ട് ആ ഒരു മരക്കുറ്റിയിലിരുന്ന് പാട്ട് പാടുകയാണ്. ചിറകിങ്ങനെ ചരിഞ്ഞിരുന്ന് ആർദ്രമായിട്ട് ആ ഒരു കുഞ്ഞു പക്ഷി, ഒരു കാട്ടുപക്ഷി പാട്ട് പാടുകയാണ്. നോക്കി, നമ്മൾ ഇന്ന് പഠിച്ചത് നോക്കിയ കുഞ്ഞുങ്ങളെ, ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. ആരുമില്ലെങ്കിൽ എന്തായിരം കൊമ്പത്ത് താരുകളുണ്ട്,
നിങ്ങളൊന്ന് ചിന്തിച്ചേ, അതേ കാട്ടുപക്ഷിയുടെ അവസ്ഥ തന്നെ അല്ലേടോ നമ്മൾ മനുഷ്യരുടെയും അവസ്ഥ അല്ലേ? പലപ്പോഴും നമ്മൾ എന്താണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. ആ ഒറ്റപ്പെടൽ എന്താണ്, നമ്മളെ താങ്ങാൻ പോലും ആരുമില്ല, ഒരു കൂട്ടുകാരുമില്ല, നമ്മളുടെ ഇണകളുമില്ല, കുഞ്ഞുങ്ങളില്ല, അച്ഛനമ്മമാരില്ല, ആരുമില്ലാത്തൊരവസ്ഥയായി പോവുകയാണ്. പക്ഷെ ആ സമയത്ത് നമ്മളെ താങ്ങാൻ ആരുണ്ട്? പ്രകൃതിയുണ്ട് അല്ലേ? അതല്ലേ ഇപ്പൊ ഇന്ന് പഠിച്ച് നമ്മൾ പറയുന്നത്. എന്താണ്? ആരൊക്കെയുണ്ട്? മരമുണ്ട്, മഴയുണ്ട്, പിന്നെന്താണ്, ആ മഞ്ഞുണ്ട്, കുളിരുണ്ട്, എല്ലാം ഉണ്ട്, നിഴലുണ്ട്, നമ്മുടെ പുഴയുണ്ട്, പിന്നെ ആ തലയാട്ടാൻ എന്താണ്, ആ വഴിമരച്ചോട്ടിലെ കുഞ്ഞു പോച്ചകൾ വരെ, പുല്ലുകൾ വരെ ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. പിന്നെന്താണ്, വേറെ ആരുമില്ലെങ്കിൽ എന്താണ്, നമുക്ക് വേറെ ആരൊക്കെയുണ്ട്? ആരുമില്ലെങ്കിൽ എന്താണ്, ആ നമ്മുടെ ആകാശം നിറയെ എന്തുണ്ട്? നക്ഷത്രങ്ങളുണ്ട്, ആ ചന്ദ്രനുണ്ട്, എല്ലാവരും ഉണ്ട്. കണ്ടോ എന്തൊക്കെ? പിന്നെന്താണ്, നമ്മളുടെ ആ പാട്ടിൽ എന്തുണ്ട്? ആ ഒരു തേനൊക്കെ ഉണ്ട്, തേനും കരിവഴും സ്വപ്നങ്ങളും കണ്ണുനീരും സങ്കടങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെന്താണ്, ആ വീണ്ടും പാട്ട് പാടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ്, ഓരോ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ എന്താണ്, നമ്മളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം അതിനകത്ത് ഇല്ലാതായി പോകും. കണ്ടോ? അപ്പോഴെന്താണ്, ഇനിയും ആ പക്ഷിക്ക് പറക്കാൻ പറ്റുമോ? ആ പക്ഷിക്കിനി ഒരു ചിറകൊടിഞ്ഞു പോയില്ലേ, അത് ചിറകൊടിഞ്ഞ് പാടാൻ പറ്റില്ല. പക്ഷെ എന്നിട്ട് എന്താണ്, ആ ചിറകൊടിഞ്ഞു പോയെങ്കിൽ പോലും എന്താണ്, ആ പക്ഷി വീണ്ടും അതിന് ആകാശത്തിനെ അത് പാരി പുണരുകയാണ് മനസ്സുകൊണ്ട്. ആകാശത്തിലേക്ക് വീണ്ടും പറന്നുയരാൻ വേണ്ടിയിട്ട് ആ പക്ഷിക്ക് കൊതിയാവുകയാണ്. കണ്ടോ? ഇനിയും പറക്കില്ല എന്നതോർക്കാതെ വിരിവാനമുള്ള ഉണർന്നുകൊണ്ടേ. കണ്ടോ? ഇനി അതിനെ പറക്കാൻ കഴിയില്ല എന്നുള്ളൊരു പക്ഷിക്ക് അറിയില്ല. എന്നിരുന്നാൽ പോലും അതായിരുന്ന ഒരു ആകാശം അതിങ്ങനെ ഉള്ളാൽ എന്ത് ചെയ്യുകയാണ്? ഉണരുകയാണ്. ഒറ്റ ചിറകിന്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടും നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. നോക്കി മോളെ, ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. ഈ ഒരു കവിത മൊത്തത്തിലൊന്ന് വേണം പാടിത്തരാൻ ശ്രദ്ധിച്ചേ. ഒരു പാട്ടു പിന്നെയും പാടി നോക്കും നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ കാലമെന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല കൂട്ടിനു കിളികളെല്ലാം. പതിവുപോൽ കൊത്തി പിരിഞ്ഞുപോയി മെയ്ച്ചൂടിലടവച്ചുണർത്തിയ
വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാദ്രമായി ഒറ്റ ചിറകിൻ്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. ഓക്കെ മക്കളെ, നന്നായിട്ട് പാടി പഠിക്കണം കേട്ടോ. നമുക്ക് ഇത് 2-3 പ്രാവശ്യം പാടുമ്പോൾ തന്നെ എന്താണ് ഇതിൻ്റെ അകത്ത് മീനിങ്ങും കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നോക്കി ഇനി നമുക്കതിൻ്റെ എക്സസൈസ് ഭാഗത്തേക്ക് പോവാം. സമാന പദങ്ങൾ നോക്കിക്കേ. ചിറക് അറിയാലോ, പത്രം പക്ഷം. പത്രം ചിറകാണ്, പക്ഷവും ചിറകാണ്. പിന്നെന്താണ് രാത്രി. രാത്രി എന്താണ് നിശ. രജനി പക്ഷിയാണെങ്കിൽ തന്നെ എന്താണ് നമ്മളുടെ പക്ഷം. പക്ഷി നമുക്കറിയാലോ പത്രപക്ഷം. രാത്രി നിശ രജനി ഒക്കെ ഉണ്ട്. മെയ് ശരീരം. ശരീരമുണ്ട്, മേനിയുണ്ട്, ഗാത്രമുണ്ട്, അതെല്ലാം ഉള്ളതാണ്. അടുത്ത നോക്കിക്കേ പുഴ. പുഴ നോക്കിക്കേ എന്തൊക്കെയുണ്ട്. കല്ലോലിനി, തരങ്കിണി ഒക്കെ പുഴയാണ്. അടുത്ത കണ്ണ്. മിക്ഷി, മിഴി, അക്ഷി, നയനം, നേത്രം. ആർദ്രം നോക്കിക്കേ. ആർദ്രം ഈറൻ, നനവ്. കാറ്റ്, തെന്നൽ, പവനൻ. കുളിര് നോക്കിക്കേ. ശീതം, തണുപ്പ്, കുളിര്. പക്ഷി പറഞ്ഞല്ലോ, പക്ഷി എന്താണ് ഖഗം, പതംഗം പക്ഷി. കാട് ശ്രദ്ധിച്ച കാട്. വിപിനം, വനം. വിപിനം, വനം. പുല്ല്, പുല്ല് തൃണം. തൃണം പുല്ലാണ്. ഓക്കെ. മരം, വൃക്ഷം, തരു, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അടുത്ത് നോക്കിയാൽ നിങ്ങളുടെ അർത്ഥം വിശദീകരിക്കുക. നമ്മളുടെ ഒരു വാക്ക് തന്നിട്ട് അതിൻ്റെ അർത്ഥം വിശദീകരിക്കാനാണ്. അർത്ഥം ഒരു വാക്ക് തന്നിട്ട് അതിൻ്റെ അർത്ഥം വിശദീകരിക്കാനാണ്. മഴുതുന്ന മാമരം. നോക്കിയേ, മനുഷ്യൻ്റെ അത്യാഗ്രഹം വെട്ടി നശിപ്പിക്കുന്ന വലിയ മരത്തെയാണ് ആ മഴുതുന്ന മാമരം എന്ന് വിശേഷിപ്പിക്കുന്നത്. മനുഷ്യന് ആർത്തി പിടിച്ച് എന്താണ് അത്യാഗ്രഹം വന്ന് വെട്ടി നശിപ്പിക്കുന്ന ആ വൻ മരത്തിനെയാണ് എന്ത് പറയുന്നത്, ആ മഴുതുന്ന മാമരം എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, വഴിമരച്ചോട്ടിലെ പുല്ല്. എന്താണ് ആ തണൽ മരങ്ങളുടെ ചോട്ടിലെ പുല്ലാണ് വിവക്ഷ ഉദ്ദേശിക്കുന്നത്. വിവക്ഷിക്കുന്നത് എന്താണ് ആ തണൽ മരങ്ങളുടെ ചോട്ടിലെ പുല്ലിനെയാണ് വിവക്ഷിക്കുന്നത്. മരച്ചുവടായതിനാൽ എന്താണ് പുല്ലുകൾ സമൃദ്ധമായിട്ട് വളരും. മരത്തിൻ്റെ ചുവടായിരുന്നുകൊണ്ട് എന്താണ് പുല്ലുകൾ എന്താണ് അവിടെ സമൃദ്ധമായിട്ട് വളരും. ആഹ്ലാദത്തിന് തേൻ പോലെ മധുരമുണ്ടെന്നാണ് കവി ഭാവന. ആഹ്ലാദത്തിന് എന്താണ് തേനിനെ പോലെ മധുരമുണ്ടെന്നാണ് കവിയുടെ ഭാവന. ആഹ്ലാദത്തെ തേനുമായി ചേർത്ത് പറയുന്ന ഈ സമസ്ത പദം മനോഹരമാണ്. ആഹ്ലാദത്തിന് എന്താണ് തേനുമായിട്ട് ചേർത്ത് പറയുന്ന ഒരു സമസ്ത പദം എന്താണ് വളരെ മനോഹരമാണ്. വിരിവാനം. വിരിഞ്ഞ ആകാശത്തെയാണ് സൂചിപ്പിക്കുന്നത് വിരിവാനം എന്ന് പറയുന്നത്. ആകാശത്തിന്റെ അനന്തതയെ വിരിവാനം എന്ന വാക്കുകൊണ്ട് കവി ധ്വനിപ്പിക്കുന്നു. അനന്തതയെ സൂചിപ്പിക്കാൻ ഏറ്റവും യുക്തമായ വാക്കാണിത്. അടുത്ത മാതൃക നോക്കിക്കേ. മരം, മാമരം. മല, മാമലം. മുനി, മാമുനി. ഇതൊക്കെ നമുക്കറിയാം, പണ്ട് എൽ തൊട്ടേ പഠിക്കില്ലേ അതൊക്കെ. അടുത്ത നോക്കി നമുക്ക് ഒറ്റപ്പദമാക്കുക. ചിറക് അധികം ഒടിഞ്ഞ് ചിറ പൊടിഞ്ഞ്. കൊത്തി അധികം പിരിഞ്ഞ് കൊത്തിപ്പിരിഞ്ഞ്. കണ്ണാലധികം ഒഴിഞ്ഞ് കണ്ണാലൊഴിഞ്ഞ്. മരം അധികമുണ്ട് മരമുണ്ട്. ഒറ്റ അധികം ചിറക് ഒറ്റ ചിറക്. ചാഞ്ഞ് അധികം ഇരുന്നു ചാഞ്ഞിരുന്നു. വരികൾ കണ്ടെത്താൻ നോക്കിക്കേ. പക്ഷി ഇരിക്കുന്ന ഇടം സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ്? മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. അടുത്ത നോക്കിയേ. ഏറ്റുപറയാൻ കൂടെ ആരുമില്ലെന്ന് പറയുന്ന ഈരടി ഏതാണ്? ഇടറുമീ ഗാനമൊന്നേറ്റുപാടാൻ കൂടെ ഇടയിൽ
അർത്ഥവ്യത്യാസമാണ് നമ്മളുടെ ആ അണ്ടർലൈൻ കൊടുത്തിരിക്കുന്നത്. കുട്ടികൾ ആകാശത്തിലൂടെ പറന്നുപോയി, ദുഃഖം സഹിക്കാനാവാത്ത കുട്ടികൾ കരഞ്ഞു പോയി. അപ്പോൾ അതിനെന്താണ് പറഞ്ഞിരിക്കുന്നത്? പറന്നുപോയി എന്നുള്ളത് അർത്ഥവ്യത്യാസം, പറന്നു പോയി അല്ലേ? കരഞ്ഞു പോയി, പറന്നുപോയി, കരഞ്ഞു പോയി. അടുത്ത നോക്കിക്കേ, കടന്നു കളഞ്ഞു, വാരിക്കളഞ്ഞു അല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ, കടന്നു കളഞ്ഞു. പിന്നെ നമുക്ക് നോക്കിക്കേ, വാരിക്കളഞ്ഞു, നിരത്തി വെച്ചു, നിർത്തി വെച്ചു, അടുക്കി വെച്ചു. അർത്ഥവ്യത്യാസം എങ്ങനെയാണ്? അത് നിർത്തി വെച്ചേക്കാണ്, പിന്നെന്താണ് അതോടെ അടുക്കി വെച്ചിരിക്കുകയാണ്. നടന്നു വരുന്നു, നടന്നു വരുന്നു. അതൊക്കെ സ്കൂൾ കുട്ടികളിലേക്ക് നടന്നു വരുന്നു. എല്ലാ വർഷവും പൂരത്തോടനുബന്ധിച്ച് കുടമാറ്റം നടന്നു വരുന്നു. എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് വാക്കിംഗ് ആണ്, നടന്നു പോകുന്നു. അതുപോലെ എന്താണ്, കുടമാറ്റവും നടന്നു വരുന്നു. അതെന്താണ്, സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യമാണ്. മനസ്സിലായോ നിങ്ങളത്? ഇല്ലേ? നോക്കിയേ, കിളികൾ ആകാശത്തിലൂടെ പറന്നുപോയി, പറന്നു പോവുകയാണത്. ദുഃഖം സഹിക്കാനാവാതെ കുട്ടികൾ കരഞ്ഞു പോയി. അപ്പോൾ കുട്ടികൾ കരഞ്ഞുകൊണ്ടൊക്കെ പോവുകയാണെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ലല്ലോ. പക്ഷികൾ എന്താണ്, കിളികൾ ആകാശത്തിലൂടെ പറന്നു പോവുകയാണ്, യാത്ര പോവുകയാണ് കിളികൾ ഇങ്ങോട്ട്. കുട്ടികളാണെങ്കിലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞു പോയി, അവിടെ ഇരുന്ന് കരഞ്ഞു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. നാട്ടുകാരെ വെട്ടിച്ച് കള്ളൻ കടന്നു കളഞ്ഞു, കള്ളം മുങ്ങി. നാട്ടുകാരെ വെട്ടിച്ച് കള്ളം മുങ്ങി കളഞ്ഞു. അപ്പോഴെന്താണ്, മുറ്റത്ത് എപ്പോഴും ഭയങ്കര കരിയിലല്ലേ, മുറ്റത്ത് നിന്ന് കരിയിലല്ല തൂത്തുവരി നമ്മൾ കളയുകയാണ്. അതാണ് അർത്ഥം കേട്ടോ. കൊള്ളാം, നീ മിടുക്കനാണ്, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊള്ളാം. അപ്പോഴും നമ്മൾ ഒരാളെ അഭിനന്ദിക്കുന്നു, കൊള്ളാടാ നീ മിടുക്കനാണ് പറയത്തില്ലേ? അല്ലെങ്കിൽ എന്താണ്, വേറൊരർത്ഥം, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊള്ളാം. നിന്റെ ആഗ്രഹം എന്താണ്, ഞാൻ സാധിച്ചു തരാം കേട്ടോ എന്ന് പറയത്തില്ലേ? അതാണത്. പിന്നെ നോക്കിയ മക്കളെ, കാട്ടുപക്ഷിക്ക് പറ്റിയ പരിക്ക് എന്തായിരുന്നു? എന്താണ്? ആ മഴുതിന്ന മാമര കൊമ്പിന്മേൽ തനിച്ചിരുന്ന് പാടുന്ന കാട്ടുപക്ഷിയുടെ ഒരു ചിറക് എന്താണ്? ചിറകിന് എന്തായിരുന്നു സംഭവിച്ചത്? ചിറക് ഒടിഞ്ഞതായിരുന്നു, ചിറക് ഒടിഞ്ഞു പോയതായിരുന്നു കേട്ടോ. ചിറക് ഒടിഞ്ഞു പോയ കാട്ടുപക്ഷിയായിരുന്നു അത്. അതാണ് കാട്ടുപക്ഷിക്ക് സംഭവിച്ചത്. മെയ്ച്ചൂടിൽ അടവച്ചുണർത്തി അടുത്ത് നോക്കിയ പക്ഷികളുടെ കൊച്ചുമക്കൾ എന്ത് ചെയ്യുന്നു? ആ ഒരു മെയ്ച്ചൂടിൽ വച്ചുണർത്തിയ പക്ഷികളുടെ കൊച്ചുമക്കൾ എന്താണ്? കൊത്തി പിരിഞ്ഞു പോയി. അതുകൊണ്ട് പക്ഷി പാടുമ്പോൾ കൂടെ പാടാൻ ആരുമില്ല. നോക്കി, രാപ്പു ഉണർന്നത് എപ്രകാരമായിരുന്നു? വരവായ അന്തിയെ കണ്ണാൽ ഒഴിഞ്ഞുകൊണ്ടാണ് രാപ്പു ഉണർന്നത്. വരവായിട്ടുള്ള സന്ധ്യാസമയത്തിനെ കണ്ണാൽ ഒഴിഞ്ഞുകൊണ്ടാണ് രാപ്പു ഉണർന്നത്. പാട്ട് കേൾക്കാൻ കൂടെയുള്ളത് ആരൊക്കെയാണ്? മഴുതിന്ന മാമരക്കൊമ്പിൽ ഒറ്റയ്ക്കിരുന്ന് പാടുന്ന ചിറകൊടിഞ്ഞ പക്ഷിയുടെ വിഷാദഗാനം കേൾക്കാൻ ഒപ്പമുള്ളത് ആരൊക്കെയാണ്? ആ മരവും മഴയും കുളിരും നിഴലും പുഴയുമാണ്. കൂടാതെ എന്താണ്, കിളിയുടെ പാട്ടിനൊത്ത് തലയാട്ടുവാൻ വഴിമരച്ചോട്ടിൽ പുല്ലുമുണ്ടായിരുന്നു. മറ്റാരുമില്ലെങ്കിലും ഒറ്റയ്ക്കിരുന്ന് പാടുന്ന കിളിയുടെ ഗാനം കേൾക്കാൻ കൊമ്പത്തെ താരകളും ആകാശത്തിലെ താരങ്ങളും ഉണ്ടായിരുന്നു. കൊമ്പത്തെ താരങ്ങളും ഉണ്ടായിരുന്നു, ആകാശത്തിലെ താരങ്ങളും ഉണ്ടായിരുന്നു. അടുത്ത നോക്കിയ, പക്ഷിയുടെ പാട്ടിൽ എന്തൊക്കെ ഉൾച്ചേർന്നിട്ടുണ്ടെന്നാണ് കവയത്രി പറയുന്നത്? മരത്തിൽ ഏകയായിരുന്നു പാടുന്ന കിളിയുടെ പാട്ടിൽ എന്തൊക്കെയാണ്? ആഹ്ലാദത്തിന്റെ തേനും ആർദ്രമായ സ്വപ്നങ്ങളും കണ്ണീരും ഉണ്ടെന്നാണ് കവയത്രി പറയുന്നത്. ആർദ്രമായിട്ടുള്ള എന്തൊക്കെയാണ്? ആർദ്രമായിട്ടുള്ള സ്വപ്നങ്ങളും കണ്ണീരും ഉണ്ടെന്നാണ് കവയത്രി പറയുന്നത്. അടുത്ത നോക്കിയ മക്കളെ, അനങ്ങാതെ എന്നാൽ വല്ലാതെ പ്രയാസപ്പെട്ട് പക്ഷി പാടുന്നത് എന്തുകൊണ്ടാണ്? മഴുതിന്ന മാമര കൊമ്പിൽ ഒറ്റയ്ക്കിരുന്ന് ചിറകടിച്ച് പക്ഷി വല്ലാതെ പ്രയാസപ്പെട്ടാണ് പാട്ട് പാടുന്നത്. ഒടിഞ്ഞ ചിറക് ചെറുതായൊന്ന് അനങ്ങുമ്പോൾ പോലും വേദനിക്കുന്നത് കൊണ്ടാണ് ആ പാവം പക്ഷി അനങ്ങാതെ വളരെ പണിപ്പെട്ട് പാട്ട് പാടുന്നത്. ഇടറുന്ന സ്വരത്തിൽ ആ ഗാനം ഏറ്റുപാടാൻ കൂടെ ഇണയോ കൂട്ടിന് മറ്റു കിളികളോ ചൂട് പകർന്ന് ജന്മം നൽകിയ കുഞ്ഞുങ്ങളോ ഇല്ലാത്തത് കിളിയെ വേദനിപ്പിക്കുന്ന സംഗതിയാണ്. ഇതിനൊരു ആസ്വാദനക്കുറിപ്പ് എഴുതണം നമ്മളുടെ ഈ ഒരു കവിതയ്ക്ക്. നിങ്ങൾ നല്ലത് എഴുതി നോക്കണേ മക്കളെ കേട്ടോ. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ വേണം പറഞ്ഞുതരാം. എന്നാലും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോഴും ഒന്നും കൂടെ വേണ്ടത് പാടി തരണ്ടല്ലോ. നിങ്ങൾ പാടുമല്ലോ, സിമ്പിളല്ലേ?